എല്ലാം കൊണ്ടും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, അതിനേക്കാൾ ഉപരിയായി മുതിർത്തി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ വലുതായി. മരിക്കാറാകുന്ന സമയത്ത് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, തൻ്റെ അംശവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കാപ്പയൊക്കെ ധരിച്ച് പള്ളിക്കകത്ത് പോയി കിടന്നു 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം താൻ തന്നെ ചൊല്ലി. 3ാമത്തെ പ്രാവശ്യം വിശ്വാസ പ്രമാണ സമയം ചൊല്ലിക്കഴിഞ്ഞാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, മദ്ബഹായിൽ കബറിന്നിരിക്കുന്ന ഗ്രിഗോറിയസ് ബാവായുടെയും ഈവാനിയസ് ഹിദായത്തുള്ള ബാവായുടെയും കബറത്തോട് ചേർന്ന് തന്നെ അടക്കരുത്. ഏത് ജാതി മതസ്ഥനും വന്ന് എന്നെ കാണുവാൻ തക്കവണ്ണം പള്ളിക്ക് പുറത്തടക്കണമെന്ന് കൽപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സംസ്കാര പിതാക്കന്മാർ. ഇന്ന് കബർ നഷ്ടപ്പെട്ടെങ്കിൽ പോലും തിരുശേഷിപ്പെന്ന് സുറിയാനി സഭയുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് എടുത്തിട്ടുള്ള 3 പിതാക്കന്മാരുടെയും തിരുശേഷിപ്പുകൾ നമ്മുടെ കൈവശം. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ശക്തിയും കാവലുമാണ് സത്യത്തിൽ ഇന്ന് ഈ യാക്കോബായ സുറിയാനി സഭ നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ബാവയുടെ പെരുന്നാൾ വളരെ ആർഭാടമായിട്ടാണ് എല്ലാ വർഷവും ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തു നിന്ന് തീർത്ഥയാത്ര പല മേഖലകളിൽ നിന്ന് വരാറുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അവൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചതനുസരിച്ച് എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റ മേഖലയാക്കി മലയക്കുരിശിൽ നിന്ന് മാത്രമാക്കി അത് ക്രമീകരിച്ചിരിക്കുക. പഴയകാലത്ത് ആരും ഇല്ലാതിരുന്ന, തീർത്ഥയാത്രകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വടക്കൻ ഭാഗത്ത് നിന്ന് ഒത്തിരി വിശ്വാസികൾ ബാവയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ ബാവായുടെ തിരുമുമ്പാകെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആർക്കും അവരാഗ്രഹിക്കുന്ന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. പ്രത്യേകിച്ച് യുവാക്യം ബാവായുടെ കബറിങ്കല ഒരു പ്രധാന നേർച്ചയാണ് അരിമ്പാറയപ്പം. അരിമ്പാറകൾ വരുമ്പോൾ, മുഖത്ത് പാടുകൾ വരുമ്പോഴൊക്കെ പിതാക്കന്മാർ നേർന്നിരുന്നാണ് ഈ നെയ്യപ്പത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഉണ്ടാക്കിയെടുക്കുന്ന അരിമ്പാറയപ്പം. അത് 3 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ച അല്ലെങ്കിൽ 7 ആഴ്ച പരിശുദ്ധ ബാവയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച് കഴിയുമ്പോൾ ക്രമേണ അത് നിന്നു പോകുമായിരുന്നു, മാറുമായിരുന്നു. ഇന്നും ഈ ചാപ്പലിൽ ഒത്തിരി പേര് ശനിയാഴ്ചകളിൽ ഇവിടെ വരുന്നുണ്ട്. ബാവായോട് പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാ ശനിയാഴ്ചയും കുർബാനയ്ക്ക് ശേഷമാണ്. നേർച്ചകൾ കൊടുത്തു, അരിമ്പാറയപ്പം സമർപ്പിച്ചും വഴിപാടുകൾ സമർപ്പിച്ചും ഒത്തിരി വിശ്വാസികൾ ഇന്നും ബാവായുടെ ഈ ത്രോണോസിൽ വന്ന് മധ്യസ്ഥയച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഇത് 180ാമത്തെ വർഷമാണ് ഞാൻ ആദ്യം പറഞ്ഞു കാലം ചെയ്തത്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് 180ാമത്തെ വർഷം നമ്മൾ നടത്തപ്പെടുന്നത്. ഈ പെരുന്നാൾ 1-ാം തീയതി തീർത്ഥയാത്ര വന്ന് 2-ാം തീയതി പ്രധാന പെരുന്നാൾ കഴിഞ്ഞ് 2025 സെപ്റ്റംബർ 2-ാം തീയതി വരെയും ഈ ബാവായുടെ ഈ 150ാം ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗങ്ങളായിട്ട് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ ഒത്തിരി 4-5 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡി വീടുകൾ പണിതു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചികിത്സാ സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ശിവരാജ്യത്ത് നിന്ന് വന്നിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന 3 പിതാക്കന്മാരും ഈ സഭയ്ക്ക് വളരെ വിലപ്പെട്ടവരാണ്. ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന ഒരു ചാപ്പലിലാണ് ബലി അർപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാം വിശ്വാസവും പ്രാർത്ഥനയും അവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ന് ഈ ഇടവക നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഈ 3 പിതാക്കന്മാരുടെ മധ്യസ്ഥത വളരെ വലുതാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഇന്നും ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. ബാവായുടെ പെരുന്നാൾ 1-ഉം 2-ഉം 28-ാം തീയതി കൊടിയേറും, ബുധനാഴ്ച. കൊടിയേറിയതിനു ശേഷം എല്ലാ ദിവസവും രാവിലെ കുർബാനയും പരിശുദ്ധ ബാവായുടെ ത്രോണോസിങ്കൽ പ്രത്യേക സമർപ്പണ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. 1-ഉം 2-ഉമായ പ്രധാന പെരുന്നാൾ ദിവസം 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 1:30 മണിക്ക് മലയെക്കുറിച്ച് ഇന്ന് തീർത്ഥയാത്ര അവിടെ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 5:30 മണിക്ക് കരവട്ട വടക്കേക്കുറിച്ചിൽ എത്തുമ്പോൾ ഈ ദേശം ആ തീർത്ഥയാത്രയെ സ്വീകരിക്കുന്ന ദിവസമാണ്. ജാതി മത ഭേദമന്യേ, ഇടവക ഭേദമന്യേ, സഭാഭേദമന്യേ എല്ലാവരും ആ സ്വീകരണത്തിൽ പങ്കുചേരുന്ന പതിവാണ്. ഇവിടെയുള്ള അർക്കൻഡ് അസോസിയേഷൻ, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ,
എല്ലാവരും കൂടി ചേർന്ന് കരോട്ട വടക്കേ കുരിശുങ്ങൾ തീർത്ഥയാത്ര സ്വീകരിച്ച പള്ളിയിൽ വന്ന് അനുസ്മരണ പ്രാർത്ഥനയും സന്ധ്യാനമസ്കാരവും കഴിഞ്ഞ് പ്രദക്ഷിണവും കഴിഞ്ഞ് മടങ്ങി വരും. പിറ്റേ ദിവസം രാവിലെ, അതായത് 2-ാം തീയതി ഈ വർഷം, മൈലാപ്പൂർ UK ബാംഗ്ലൂർ ഭദ്രാസനങ്ങളുടെ പിതാവായ ഐസക് മാർ ഓസ്താത്യോസ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ അഞ്ചുമേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പരിശുദ്ധ ബാവായുടെ തിരുശേഷിപ്പ് വിശ്വാസികൾക്ക് മുത്തുവാൻ തക്കവണ്ണം ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. അത് മുത്തി അനുഗ്രഹം പ്രാപിച്ച് വഴിപാട് സമർപ്പിച്ച് പിരിയുമ്പോൾ പരിശുദ്ധ ബാവായുടെ 150-ാമത്തെ ശ്രാദ്ധ പെരുന്നാളിൻ്റെ ഈ വർഷത്തെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും. പക്ഷേ ബാവായുടെ നാമത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഒരു കൊല്ലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ സമാപനം അടുത്ത വർഷം 2025 സെപ്റ്റംബർ മാസം 2-ാം തീയതി അവസാനിക്കത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇടമത്രാപോലീത്തായും മലങ്കര മത്രാപോലീത്തായുമായ അഭിമന്യ ജോസഫ് മാർ ഗിരിയോസ് തിരുമനസ്സുകൊണ്ടും ഈ പെരുന്നാളിനോട് എഴുന്നള്ളുന്നുണ്ട്. കാരണം ഈ ദിവസം തിരുമേനിയുടെ ഇടവപ്പള്ളിയാണ്. അതുകൊണ്ട് ഈ ദിവസം പരിശുദ്ധ ബാവായോടുള്ള ആ വലിയ കടപ്പാട് വെച്ച് തിരുമേനി വേറെ പ്രോഗ്രാം ഒന്നും എടുക്കാറില്ല. ഈ വർഷവും ഇവിടെ ഉണ്ടാകും. 2 പിതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതിനകത്ത് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സമയം. ദൈവാനുഗ്രഹിക്കും. മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം മലയക്കുരിശ് ദേറായിൽ എത്തുന്ന, കുറുപ്പമ്പടിയിൽ നിന്ന് എത്തുന്ന തീർത്ഥയാത്ര, അവിടുത്തെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ ശേഷം 1-ാം തീയതി 1:30 മണിക്ക് മലയക്കുരിശിൽ നിന്ന് തീർത്ഥയാത്ര മുളന്തുരുത്തി മട്ടോമൺ കത്തീഡ്രലിലേക്ക് പുറപ്പെടുന്നതാണ്. തീർത്ഥയാത്രയുടെ റൂട്ട് കുറിഞ്ഞിപ്പള്ളി, അവിടുന്ന് തിരുവാണിയൂരിൽ നിന്ന് പഴുക്കാമറ്റം, കുന്നേപ്പള്ളിയിൽ ഒരു 4:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് കുന്നേപ്പള്ളിയിൽ നിന്ന് 5 മണിക്ക് പുറപ്പെടും. 5 മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ വെട്ടിക്കല്, തുപ്പമ്പടിയിൽ 5:30 മുമ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് മുളന്തുരുത്തി വടക്കേ കുരിശിൽ സ്വീകരണം. വടക്കേ കുരിശില് പൗരാവലിയുടെയും സംഘടനകളുടെയും പിന്നെ വിവിധ പാർട്ടികളുടെയും മർച്ചന്റ് അസോസിയേഷൻ മുതലായവരുടെയും ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് 5:30 മണിക്ക് പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് വടക്കേ കുരിശിലേക്ക് പുറപ്പെടുകയും അവിടെ വടക്കേ കുരിശ് സ്വീകരണം നടത്തി കഴിയുമ്പോൾ തിരിച്ച് പള്ളിയിലേക്ക് വരികയും പള്ളിയിൽ ഒന്ന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് നേർച്ചയും കൊടുത്ത് അവസാനിപ്പിക്കുന്നതാണ് ദിവസം. വൈകുന്നേരം തീർത്ഥയാത്രയ്ക്ക് വന്നതിന് ശേഷം വീണ്ടും തീർത്ഥാടന സ്വീകരണം. അത് കഴിഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ബാബയുടെ കബറിങ്ങിലേക്കുള്ള കുരിശിങ്ങിലേക്കുള്ള പ്രദക്ഷിണവും തിരിച്ച് ഏകദേശം 9 മണി 9:30 ആകുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് അന്നത്തെ പ്രോഗ്രാം. പിറ്റേ ദിവസം 5 മേലുള്ള കുർബാനയാണ്. 5 മേൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഐസക് മാർ ഓസ്താത്യോസ് തിരുമേനിയും ജോസഫ് മാർ ഗിരിയോസ് തിരുമേനിയും ഇവിടെ സാന്നിധ്യം ഉണ്ടാവും. ഏകദേശം 10:30 മണിയോടുകൂടി കുർബാന എല്ലാം കഴിയുകയും ചെയ്യും. കൊടികറക്ക് നേർച്ച കൊടുക്കുന്നതാണ്. അവർ നേർച്ച കൂപ്പണെടുത്തിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ്. പെരുന്നാളിൻ്റെ നേർച്ച അവരാണ്. പെരുന്നാളിൻ്റെ ഷെയർ, അതായത് ഓഹരി 300 രൂപയുടെ ഓഹരികളാണ്. അത് കുടുംബ യൂണിറ്റുകൾ വഴിയാണ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇടവകങ്ങളും ആ ഷെയർ എടുക്കാറുണ്ട്. ഷെയർ എടുക്കുന്നവർക്ക് നേർച്ച കൊണ്ടുവന്ന് കൊടുക്കാറുമുണ്ട്.
അവൽനാശം. അത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രമീകരണം. മഹാപരിശുദ്ധനായ യുയാക്കീമോർ കൂറിലോസ് ബാവായുടെ 150-ാം സഹോദര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ദേശനിവാസികളെ ഏവരെയും മഹാപരിശുദ്ധനായ കൂറിലോസ് ബാവായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധൻ്റെ സ്മാരക ക്രോണോസിൽ ക്രമീകരിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് വണങ്ങുവാനുമായി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ അറേഞ്ച് ചെയ്ത ഈ പ്രസ് കോൺഫറൻസിന് വന്ന് സഹകരിച്ച എല്ലാ ബഹുമാനിതരായ മാധ്യമപ്രവർത്തകരോടും കത്തീഡ്രൽ ദേവാലയത്തിനുള്ള നന്ദി അറിയിക്കുന്നു.